ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളൊരു ഐഫോൺ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഐഫോൺ ഏതാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഐഫോൺസിന് രണ്ട് കാറ്റഗറി ആക്കാൻ പോകുന്നത്, അതായത് 5G വേരിയൻസും നോൺ 5G വേരിയൻസും. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 5G വേരിയൻസിനെ കുറിച്ചാണ്. അത് 5G മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഫോൺ 12 മുതൽ 16 വരെയുള്ള മോഡലുകളാണ്. അത് മാത്രമല്ല ഐഫോൺ SE 2022 മോഡൽ അതിലും നമുക്ക് 5G അവൈലബിൾ ആണ്. പക്ഷേ അതൊരു പഴയ മോഡൽ ഡിസൈനും സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഓൾഡ് ഡിസൈൻ മോഡൽ ഐഫോൺ ആയതുകൊണ്ട് നമ്മളതിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഐഫോൺ 12 മുതൽ 16 വരെയുള്ള മോഡൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ 12 മുമ്പുള്ള ഫോണുകളെ കുറിച്ച് എന്താ പറയാത്തത്? അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഈ ഇടയ്ക്ക് ഞാൻ കാഷിഫൈ എന്നൊരു റീഫർബിഷ്ഡ് ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഐഫോൺ 12 മുമ്പുള്ളൊരു മോഡലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഐഫോൺ 12 മുതലാണ് നമുക്ക് 5G വേരിയൻസ് ആപ്പിൾ ഇറക്കുന്നത്. ഇനിയൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ 5G ഫോൺസ് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലായിടത്തും 5G നമുക്ക് അവൈലബിൾ ആണ്. 4Gയുടെ സ്പീഡ് അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ 4G ആൻറ്റിനാസൊക്കെ അവർ റീപ്ലേസ് ചെയ്ത് ഒട്ടുമിക്ക 5G ആക്കി തുടങ്ങിയിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ട് 4Gയുടെ സ്പീഡ് കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഫ്യൂച്ചറിൽ എന്തായാലും 5G ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഐഫോൺസ് 5G വേരിയൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഐഫോൺസ് വേറെ രീതിയിലൂടെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് ടൈപ്പ് സി വേരിയൻറ്റും ടൈപ്പ് സി അല്ലാത്ത ലൈറ്റനിങ് വേരിയൻറ്റ്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും നമ്മുടെ എല്ലാ ഡിവൈസുകളും ടൈപ്പ് സി ആയി തുടങ്ങിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഡിവൈസിലും ഇപ്പോൾ ഓൾറെഡി ടൈപ്പ് സി ആണ്. ഇപ്പോൾ ആപ്പിൾ ഐഫോൺ 15 മുതലാണ് ടൈപ്പ് സി പോർട്ട് ആഡ് ചെയ്തത്. അതിനു മുമ്പ് ആപ്പിളിൻ്റെ തന്നെ ലൈറ്റനിങ് പോർട്ടുകളായിരുന്നു ആപ്പിൾ ഡിവൈസുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ടൈപ്പ് സി വന്നപ്പോൾ നമ്മുടെ ആപ്പിളിൽ മാത്രമായിരുന്നു ഇച്ചിരി മടി ഉണ്ടായിരുന്നത് ടൈപ്പ് സിയിലോട്ട് മാറാൻ. പക്ഷേ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഇടപെട്ടിട്ട് ആപ്പിളിനെ കൊണ്ടും ഐഫോൺസിൽ ടൈപ്പ് സി പോർട്ട് ആഡ് ചെയ്തവർ. അതായത് ഐഫോൺ 15 മുതൽ ടൈപ്പ് സി പോർട്ടുള്ള ഐഫോൺ ഇറക്കിയാൽ മതി എന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് കാരണമാണ് ആപ്പിൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതല്ലെങ്കിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ബാറ്ററി ചാർജ് ചെയ്യാനാണെങ്കിലും നമ്മൾ വേറൊരു കേബിളോടെ കൊണ്ടു നടക്കണം. അപ്പോൾ ടൈപ്പ് സി എല്ലാ ഡിവൈസിലാകുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ കേബിൾ കൊണ്ടു നടന്നാൽ മതി, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ബാറ്ററിയും ചാർജ് ചെയ്യാം. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഐഫോൺ 15 16 ആണ് നമുക്ക് ടൈപ്പ് സി വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 16 അല്ലെങ്കിൽ 15 എടുക്കാം. അപ്പോൾ നമ്മളിതിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ മോഡൽ ഐഫോൺ 12 ആണ്. അപ്പോൾ ഈ സീരീസിൽ ഐഫോൺ 12 ആണ് ഫസ്റ്റ് 5G ഫോണും. അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടാൻ ചാൻസും ഉള്ള മോഡൽ ഐഫോൺ 12 ആണ്. ബേസിക്കലി ഐഫോൺ 12 സെയിലെല്ലാം നിർത്തിയൊരു മോഡലാണ്. ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് എന്നുള്ളൊരു മോഡലല്ല ഐഫോൺ 12. ഐഫോൺ 13 മുതലാണ് ബാറ്ററി ബാക്കപ്പ് ഒത്തിരി ഇംപ്രൂവ് ആയി തുടങ്ങിയെന്ന് ആളുകൾ പറയാൻ തുടങ്ങിയ മോഡൽ ഐഫോൺ 13 മുതലാണ്. സോ അപ്പോൾ ഐഫോൺ 12 കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഒരു 5G ഫോണാണ്. ബാറ്ററി ബാക്കപ്പ് അത്ര അടിപൊളിയല്ല. ഒരു 15,000 25,000 രൂപയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു യൂസ്ഡോ അല്ലെങ്കിൽ ഒരു റീഫർബിഷ്ഡ് ഫോണൊക്കെ ഐഫോൺ 12 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെറ്ററാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5G ഐഫോൺ നിർബന്ധമാണ്. ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ഐഫോൺ 12 ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ലിസ്റ്റിൽ അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ ഐഫോൺ 13 ആണ്. അപ്പോൾ ഐഫോൺ 13 കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് സിനിമാറ്റിക് മോഡ് ഇറങ്ങിയ ഫോണാണ് ഐഫോൺ 13. അപ്പോൾ സിനിമാറ്റിക് മോഡിന് പേര് കേട്ട ഒരു ഫോണായിരുന്നു ഐഫോൺ 13. പക്ഷേ സിനിമാറ്റിക് മോഡ് 1080p 30 FPS ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1080p വരെ ഉള്ളൂ. അപ്പോൾ സിനിമാറ്റിക് മോഡിൽ ഐഫോൺ 13 സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ നല്ല സിനിമാറ്റിക് മോഡും അത്യാവശ്യം ക്യാമറ എല്ലാം ഇമ്പ്രൂവ് ആയ നല്ലൊരു മോഡലായിരുന്നു ഐഫോൺ 13. നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് മേക്കിങ്ങിനൊക്കെ വീഡിയോ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ സിനിമാറ്റിക് മോഡിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ 13 ചൂസ് ചെയ്യാൻ പറ്റും. ഐഫോൺ 13 നമ്മുടെ ലാസ്റ്റ് സെയിലൊക്കെ നമുക്കൊരു 35 to 39 രൂപയ്ക്ക് ഇടയിൽ കാർഡ് ഓഫറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓഫറൊക്കെ വന്നായിരുന്നു. ഇനി നമുക്ക് ചിലപ്പോൾ അതുപോലെ അടുത്ത സെയിലൊക്കെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് ഫോണൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐഫോൺ 13 ആണെങ്കിൽ കുറച്ച് ബഡ്ജറ്റൊക്കെ കൂട്ടിയിടാൻ പറ്റുമെങ്കിൽ 20,000 30,000 ഇടയ്ക്ക് യൂസ്ഡ് ഫോണൊക്കെ നല്ലപോലെ കിട്ടാൻ സാധ്യതയുള്ളൊരു ഫോണാണ് ഐഫോൺ 13. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കിട്ടും. നമുക്ക് സിനിമാറ്റിക് മോഡൊക്കെ ക്യാമറയൊക്കെ ഇമ്പ്രൂവ് ആയ ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 13. ഐഫോൺ 13 കുറിച്ച് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ഐഫോൺ 14 കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഐഫോൺ 14. കാരണം ഐഫോൺ 13 14 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും ഐഫോൺ 14 വന്നിട്ടില്ല. നിങ്ങൾ സിനിമാറ്റിക് മോഡിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ക്യാമറയിലെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഐഫോൺ 14 4K റെസൊല്യൂഷനാണ് സിനിമാറ്റിക് മോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4K സപ്പോർട്ട് ചെയ്യും സിനിമാറ്റിക് മോഡിൽ. നമ്മൾ 13 1080p മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. സിനിമാറ്റിക് മോഡിൽ ഒരു 4K ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 14 ചൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഐഫോൺ 13 14 ആയിട്ട് കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് 14 ഒരു കുറച്ചും കൂടി 13നേക്കാളും പുതിയ മോഡലാണ്. കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും വാങ്ങുമ്പോഴത്തേക്കും. മാത്രമല്ല അതിൽ ലൈറ്റനിങ് പോർട്ടാണ്. അതായത് ഐഫോൺ 14 15 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഡിഫറൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ 14 കൊടുക്കുന്ന പ്രൈസിൽ കൂടി ഇച്ചിരി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 വാങ്ങാൻ പറ്റും. അപ്പോൾ 15 വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സി പോർട്ടും കൂടിയുള്ള ഐഫോൺ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിംഗ് കേബിളോ അല്ലെങ്കിൽ പഴയ മോഡൽ ഐഫോണിൻ്റെ കേബിളൊന്നും കൊണ്ടു നടക്കണം. എല്ലാ ഫോണുകളും ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ കേബിൾ കൊണ്ടു നടന്നാൽ നിങ്ങളുടെ ഐഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഡാറ്റ ട്രാൻസ്ഫറിനും ബാറ്ററി ചെയ്യാനും ഒക്കെ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഐഫോൺ 14 വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഐഫോൺ 14 പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതായത്
അധികമാരും സംസാരിക്കാത്തൊരു മോഡലാണ്, ആരും ഇൻട്രസ്റ്റ് കാണിക്കാത്തൊരു മോഡലാണ് iPhone 14 Plus. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്തൊരു ഫോണാണ് iPhone 14 Plus. നല്ല ബാറ്ററി ബാക്കപ്പും വലിയ ഡിസ്പ്ലേ ഒക്കെ വരുന്ന അടിപൊളി ഫോണാണ് 14 Plus. വലിയ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ iPhone 14 Pro Max അല്ലെങ്കിൽ 15 Pro Maxൻ്റെ ഒക്കെ സെയിം വലിപ്പമുള്ള ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന ഒരു ഫോണാണ്. കണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ iPhone 14 Plus നല്ലൊരു ഫോണാണ്. കാരണം അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ലപോലെ ബാറ്ററി നിൽക്കുന്ന ഒരു ഫോൺ iPhone 14 Plus. അപ്പോൾ നിങ്ങൾ 14 എടുക്കുന്നതിനേക്കാൾ നല്ലത് 14 Plus സെക്കൻഡ് ഹാൻഡ് അത് യൂസ്ഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 14 Plus നല്ല ഫോണാണ്. കാരണം ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഉപയോഗിച്ചതിൽ 14 Plus അത്യാവശ്യം നല്ലപോലെ ബാറ്ററി നിൽക്കും. ഐഫോണിൽ ആദ്യമായിട്ട് അത്രയും ബാക്കപ്പ് കിട്ടുന്ന ഒരു മോഡലിൽ ഒരെണ്ണമാണ്, അതായത് 14 Pro Max, അതായത് 14 Plus ഇതിലൊക്കെ ഏകദേശം ഒരുപോലെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഐഫോൺ കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും iPhone 14 Plus നല്ലതായിരിക്കും. കാരണം യൂസ്ഡ് ഒക്കെ കിട്ടുവാണെങ്കിൽ, റേറ്റ് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ ബെറ്റർ iPhone 14 Plus ആയിരിക്കും. നല്ല ബാറ്ററി ബാക്കപ്പും വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷനും അതിൽ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ വളരെ നല്ലതായിരിക്കും iPhone 14 Plus. 14 സീരീസിൽ 14 Plus വളരെ നല്ലൊരു ഫോണാണ്. 14 വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു മോഡലാണ്. iPhone 14 Plus ഒക്കെ നമുക്കൊരു 30,000 അല്ലെങ്കിൽ 40,000 രൂപയൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് യൂസ്ഡ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ഫോണൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യൂസ്ഡ് ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ല ഡീലാണ്. അപ്പോൾ നമുക്ക് അടുത്ത മോഡലാണ് iPhone 15. ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന iPhone 15 ആണ്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞത് Type-C പോർട്ടാണ്. രണ്ടാമത്തെ കാരണം ഇതിൻ്റെ പുതിയ മോഡൽ ഡിസൈൻ. iPhone 14 വരെ പഴയ മോഡലിന് നോച്ചായിരുന്നു ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. iPhone 15 മുതൽ ബേസ് മോഡലിലും ആപ്പിൾ ഡൈനാമിക് ഐലാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പഴയ ഓൾഡ് നോച്ച് മാറ്റിയിട്ട് പുതിയ മോഡലിൽ ഡൈനാമിക് ഐലാൻഡ് നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് ഒരു ഐഫോൺ വാങ്ങുമ്പോൾ പുതിയ ഡിസൈൻ എടുക്കുന്നതല്ലേ വളരെ നല്ലത്. അതായത് പഴയ ഓൾഡർ നോച്ച് ഉപയോഗിക്കുന്നതിൽ നല്ലത് പുതിയ നോച്ചുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ഐലാൻഡ് പുതിയ ഫീച്ചറൊക്കെ ഉള്ള ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ അടുത്ത റീസൺ ഗുഡ് ബാറ്ററി. അതായത് iPhone 15 സീരീസിൽ അത്യാവശ്യം നല്ലപോലെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതിന് മുമ്പുള്ള എല്ലാ സീരീസിനെ അപേക്ഷിച്ച് iPhone 15 സീരീസിൽ ബാറ്ററി ബാക്കപ്പ് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് iPhone 15 നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം iPhone 16 ഇറങ്ങുന്നതുകൊണ്ട് തന്നെ iPhone 15ൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഓഫറുകളോ അല്ലെങ്കിൽ സെയിലൊക്കെ വരുമ്പോൾ iPhone 15 നല്ല ഡീല് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല iPhone 16ഉം 15ഉം ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം iPhone 16ഉം 15ഉം കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്യാമറ മൊഡ്യൂൾ ഒന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും അതുകൊണ്ടില്ല. അല്ലാതെ വേറെ കാര്യമായിട്ട് മാറ്റുന്ന iPhone 16 പിന്നെ iPhone 16 ആപ്പിൾ വലിയ സംഭവമായിട്ട് പറയുന്നതാണ് ക്യാമറ കൺട്രോൾ ബട്ടൺ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് ആപ്പിളിനും അറിയാം. പക്ഷേ അത് ആപ്പിൾ വെറുതെ വേറെന്തോ കാര്യത്തിന് വേണ്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ 16 സീരീസിൽ ക്യാമറ കൺട്രോൾ ബട്ടൺ കണ്ടിട്ടില്ല, അതേ പ്ലേസിൽ തന്നെ നേരത്തെ iPhone 15 സീരീസിലോ അല്ലെങ്കിൽ 14 സീരീസിലൊക്കെ മില്ലിമീറ്റർ വേവ്, അതായത് ചില കൺട്രീസിൽ മില്ലിമീറ്റർ വേവ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് 5G യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻറ്റിന ഇതേ സെയിം പ്ലേസിൽ ഇപ്പോൾ ക്യാമറ ബട്ടൺ ഉള്ള അതേ പ്ലേസിൽ മില്ലിമീറ്റർ വേവിൻ്റെ ആൻറ്റിന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ ആ കൺട്രീസിന് വേണ്ടിയിട്ട് എന്തായാലും മില്ലിമീറ്റർ വേവ് ആൻറ്റിന അവിടെ കൊടുക്കണം. അപ്പോൾ അതേ പ്ലേസിൽ തന്നെ ഒരു ക്യാമറ ആക്ഷൻ ബട്ടൺ ആക്കിയിട്ട് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുവാണെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് ആയിട്ട് ആപ്പിളിന് എടുക്കായിരുന്നു. അപ്പോൾ അതാണ് ആപ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ പിന്നെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ എവിടെയൊക്കെ കണ്ടായിരുന്നു. iPhone 15 വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് ഇമ്പ്രൂവും അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫോണായതുകൊണ്ട് തന്നെ 16 എന്തുകൊണ്ടും ബെറ്റർ ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്ത iPhone 15 സീരീസാണ്. പിന്നെ iPhone 16 എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ കളേഴ്സ്. പലർക്കും കളർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, പക്ഷേ എനിക്ക് 1-2 കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആപ്പിളിന് ഒരു കാര്യത്തിൽ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. കാരണം iPhone XSലൊക്കെ വന്നിട്ടുള്ള അതേ ഡിസൈൻ iPhone 16 പുതിയതാക്കി ഇറക്കിയിട്ടുണ്ട്. അത് പഴയ ഡിസൈന് പുതിയതാക്കി ഇറക്കാനുള്ള ആപ്പിളിൻ്റെ ഒരു പ്രത്യേക തരം കഴിവ്, അത് സമ്മതിച്ചു കൊടുക്കണം. ഇതുപോലെ iPhone 4S ഒക്കെ നമുക്ക് കണ്ടില്ല, അതേ ഡിസൈനാണ് iPhone 12 മുതൽ അതേ സ്ക്വയർ ബോക്സി ഡിസൈൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആപ്പിൾ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. പിന്നെ എല്ലാവരും കോപ്പി അടിച്ച് ഐഫോണിൻ്റെ ബോക്സി ഡിസൈൻ കൊണ്ടു നടക്കാൻ തുടങ്ങി. ആപ്പിളിനെ കോപ്പി അടിച്ചിട്ട് സാംസങ്ങും എല്ലാ കമ്പനീസും ബോക്സി ഡിസൈൻ ആക്കി അടിപൊളി മാർക്ക്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അവരത് പൊളിച്ച്. iPhone 15 അടിപൊളിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് iPhone 15 Plus. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന iPhone 15 Plus ആണ്. iPhone 15 Plus ആണ് ഉപയോഗിക്കുന്നത്. iPhone 15 Plus എടുക്കാൻ കാരണം ഇതിൻ്റെ വലിയ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബിഗർ ബാറ്ററി. അതായത് എനിക്ക് മെയിനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഐഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആൻഡ്രോയിഡിനേക്കാളും വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം ഐഫോൺ ഒന്നുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എത്ര വലിയ 4K വീഡിയോ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹാങ്ങോ അല്ലെങ്കിൽ ലാഗൊന്നും വരില്ല പ്ലേ ബാക്കിലൊന്നും. അതുപോലെ തന്നെ പുതിയ ഡൈനാമിക് ഐലാൻഡാണ് 15 Plusൽ വരുന്നത്. പുതിയ ഡിസൈനാണ്. അതുപോലെ Type-C പോർട്ട്.
മെയിൻ അഡ്വാൻറ്റേജ് ആണ് ടൈപ്പ് സി പോർട്ട്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ എല്ലാം വളരെ യൂസ്ഫുൾ ആണ് ടൈപ്പ് സി പോർട്ട്. നമുക്ക് ലൈറ്റനിങ് പോർട്ട് കൊണ്ടു നടക്കണ്ട, ഒറ്റ കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ബാറ്ററി ചാർജ് ചെയ്യാനും എല്ലാം ഒറ്റ കേബിൾ മതി. അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് സി ഉള്ള ഐഫോൺ, അതായത് 15 16 ഒക്കെ എടുക്കുമ്പോൾ ടൈപ്പ് സി ഉള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു 4-5 വർഷം അടിപൊളിയായി ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണ് ഐഫോൺ 15 പ്ലസും 15 സീരീസും ഒക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫോൺ ഐഫോൺ 15 പ്ലസ് ആണ്. പ്രോ സീരീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അത് ഒത്തിരി പ്രൈസ് ഉള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രൈസ് കൊടുത്തൊരു ഫോൺ വാങ്ങുന്നത് എനിക്ക് താല്പര്യമില്ല. ഡെഫിനറ്റ്ലി ക്യാമറ അടിപൊളിയാണ്. ക്യാമറ മീൻസ് ഫോട്ടോഗ്രാഫി അല്ല, വീഡിയോഗ്രാഫി. ഞാൻ ഐഫോൺ 15 പ്ലസ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫിയാണ്. വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐഫോണിനെ വെല്ലാൻ വേറെ ഫോണില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഐഫോൺ 15 പ്ലസ് ഒരു യൂസ്ഡ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് ഒക്കെ കിട്ടുവാണെങ്കിൽ, ബെറ്റർ ഡീലാണെങ്കിൽ നിങ്ങൾ എന്തായാലും എടുക്കണം. കാരണം കണ്ടന്റ് ക്രിയേഷനൊക്കെയാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നതെങ്കിൽ ഐഫോൺ 15 പ്ലസ് അല്ലെങ്കിൽ 14 പ്ലസ് ഒക്കെ നല്ല ഫോണാണ്. 15 പ്ലസ് എന്തായാലും ഡെഫിനറ്റ്ലി 15 പ്ലസ് ആണ് ഒന്നുകൂടി ബെറ്റർ. കാരണം ടൈപ്പ് സി പോർട്ടോട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആണെങ്കിലും ടൈപ്പ് സി പോർട്ട് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലും ബെസ്റ്റ് ഐഫോൺ 15 പ്ലസ് ആണ്. ഒരു പോരായ്മ എന്ന് വെച്ചാൽ പിന്നെ ഡിസ്പ്ലേ ആണ്. അതായത് പ്രൊമോഷൻ ഡിസ്പ്ലേ ഇല്ല, അതായത് 60 ഹെർട്സിലാണ് റീഫ്രഷ് റേറ്റ് ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റീഫ്രഷ് റേറ്റ് വിഷയം അല്ല, നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള വലിയ ഡിസ്പ്ലേ ഉള്ള ക്യാമറ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫോൺ വേണമെങ്കിൽ ഐഫോൺ 15 പ്ലസ് ഡെഫിനറ്റ്ലി ബെറ്റർ ഓപ്ഷൻ ആണ്. ഓവറോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ 15 സീരീസ് ആണ്. അത്രയും ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾക്ക് 13 സീരീസ് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം. അത്യാവശ്യം ഓഫറിലൊക്കെ ഇനിയും വരാൻ ചാൻസ് ഉള്ള ഒരു ഫോണാണ് ഐഫോൺ 13. യൂസ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് 20,000 അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ നിങ്ങൾക്ക് യൂസ്ഡ് നല്ല കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ബാറ്ററി ഹെൽത്തോ ഗുഡ് കണ്ടീഷനുള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ഐഫോൺ 13 ഡെഫിനറ്റ്ലി ബെറ്റർ ഓഫാണ്. പിന്നെ 14ൽ നിങ്ങൾക്ക് നല്ല വില കുറച്ച് കിട്ടുവാണെങ്കിൽ മാത്രം 14 ചൂസ് ചെയ്യാൻ മതി. പക്ഷേ 14 പ്ലസ് നല്ല ഫോണിലാണ് ഓൾറെഡി പറഞ്ഞു. പക്ഷേ 14 13 വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സിനിമാറ്റിക് മോഡ് 4K ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ 13 14 തമ്മിൽ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഇതുപോലത്തെ കണ്ടന്റ് ഇനിയും വരും. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഐഫോൺ കാഷിഫൈയിൽ നിന്ന് ഓർഡർ ചെയ്ത് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരു ഐഫോൺ XR ആണ് ഞാൻ കാഷിഫൈയിൽ നിന്ന് മേടിച്ചത്. ഐഫോൺ XR 64 GB ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്ത് അങ്ങനെ. അതായത് ഇപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതും കാഷിഫൈയിൽ നിന്ന് റീഫർബിഷ്ഡ് ഫോൺ വാങ്ങുന്നത് എന്താണ് നമുക്ക് ഗുണമെന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിടത്തോളം അത്യാവശ്യം ക്ലീൻ കണ്ടീഷനിൽ ബാറ്ററി ഹെൽത്ത് എനിക്ക് 87 ഉള്ളൊരു ഫോണാണ് കിട്ടിയത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്തായാലും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഐഫോൺ 5G വേരിയൻസിനെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ നോൺ 5G വേരിയൻസ് ആയ ഐഫോൺ X11 അതുപോലെ തന്നെ XR XS Max അങ്ങനെ കുറേ മോഡൽസ് ഉണ്ടല്ലോ. അതിനൊക്കെ ഇപ്പോഴും നല്ലപോലെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ കാഷിഫൈയിൽ നിന്ന് മേടിച്ചത് ഇതൊരു XR ആണ്. 64 GB XR ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാഷിഫൈയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല ഇതിന് 6 months വാറണ്ടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടി ഒന്നും കിട്ടത്തില്ല. ചെക്കിംഗ് വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് 6 മാസമൊന്നും വാറണ്ടി ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാം. 7,000 രൂപ മുതൽ 15,000 രൂപയുടെ ഇടയ്ക്ക് ഫോൺ ഏത് ബെറ്റർ ഫോൺ ഏതാണ്. ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല മോഡലുകളിലും ഐഫോണിൻ്റെ പല ഓൾഡർ മോഡൽസിലും പലതിലും ഗൂഗിൾ പേ സപ്പോർട്ട് ചെയ്യില്ല ഇപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് ആ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.